ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാനിത് ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വോയിസ് ഒന്നും വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനും അൻഫിയെ ഭാഗ്യം കൂടെ പുറത്ത് പോകാൻ വേണ്ടി നിന്നായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ ഭാഗ്യത്തെ തേച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ കാണിച്ചു തരാം. നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഡാഫോഡിൽസൊക്കെ പുറകിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. കളർഫുള്ളായ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഓർത്തു. എന്നിരുന്നാലും തണുവുണ്ട് കേട്ടോ, നല്ല തണുവുണ്ട്. അപ്പോൾ തണുപ്പിനൊരു കുറവുമില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ കുറച്ച് സിറ്റിംഗ് ഏരിയാസും കാര്യങ്ങളും, പിന്നെ പിള്ളേരുടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും റെസിഡൻഷ്യൽ ഏരിയയാണിത്. നമ്മളുടെ നിയറസ്റ്റ് ട്രാം സ്റ്റേഷനാണിത്. അപ്പം ഇവിടെ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി മലയാളീസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് കൂടുതലുണ്ട്. ഞാനിത് ആൾ നോക്കുമ്പോൾ ദേ ആ കാട്ടിൽ നിന്ന് ഒരു മുയൽ ചാടി ചാടി വരുന്നു. എന്നിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ വരെ വന്നു. ഇവിടെ ഇങ്ങനെ മുയലിനെയൊക്കെ നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ ഇത് കൂടെ കാണാനായിട്ട് പറ്റും കേട്ടോ. വെളുത്ത മുയലല്ല, ഒരു ഗ്രേ കളറൊക്കെ ഒരു മുയൽ. അപ്പോൾ അൻഫിയെ കണ്ടില്ലേ, അവൾ ലേറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ അവളോട് 2:30 എന്ന് പറഞ്ഞിട്ട് അവൾ വരുന്നത് 2:45 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവളിങ്ങനെ ദൂരെ നിന്ന് സ്പീഡിൽ നടന്നു വരികയാണ്. അപ്പോൾ ഞാൻ നീ ഇങ്ങോട്ട് വാടി നിന്നെ ശരിയാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ട്രാം വന്നു. അപ്പോൾ അവളവിടെ ഇങ്ങനെ സ്തംഭിച്ച് നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നീ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോര്, അത് ഇപ്പോൾ പോവില്ല, അവിടെ നിർത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ധൈര്യം കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അവൾ അയ്യോ ചേച്ചി ഇന്ന് വീഡിയോ എടുക്കല്ലേ. അപ്പോൾ എന്താ അവൾക്ക് തന്നെ അറിയാം ലേറ്റായിന്ന്. അങ്ങനെ ഞങ്ങൾ ട്രാമിലൊക്കെ ട്രാമിൽ കയറിയിട്ട് ഞങ്ങളിങ്ങനെ ആൽമർ എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. നമുക്ക് അവിടെ 2 ഷോപ്പിൽ പോകാനുണ്ട്, അതിന് വേണ്ടി പോകാൻ കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയത് ഈദൽസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇത് ഒരു എല്ലാം കിട്ടുന്ന ഒരു സകലകല ഷോപ്പ് അങ്ങനെയൊക്കെ പറയില്ലേ, എല്ലാം കിട്ടുന്ന അതാണ്. എല്ലാം ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാം ഓരോന്നിൻ്റെയും പ്രൈസ് അവിടെ വെച്ചേക്കണത്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഡ്രസ്സ്, ടോയ്സ്, പിന്നെന്താ സെലിബ്രേഷൻസിൻ്റെ ഐറ്റംസ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കുറേ കാര്യങ്ങളൊക്കെ. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജയിത, അവളാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റി ഡ്രസ്സ് നല്ല ചീപ്പായി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. ഇങ്ങനത്തെ ക്രോക്കറി ഐറ്റംസും എല്ലാ സാധനങ്ങളും ഉണ്ട്. ദേ ഒരു കോഴി, പൂവൻ കോഴി ഇരിക്കുന്നു, നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. പക്ഷേ അവളാണെങ്കിൽ പോവാ ചേച്ചി നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് വന്നിട്ട് ധൃതി വയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും എൻ്റെ അനിയത്തിയുടെ പോലെ തന്നെയാണ് അവളും. എന്താ അനിയത്തിയെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ല. കാരണം അവളെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് അയ്യോ കാലുവേദന, കൈവേദന, വീട്ടിൽ പോകണം, അവിടെ പോകണം എന്നൊക്കെ പറയും. എനിക്കങ്ങനെ പറയുന്ന ഇഷ്ടമേ ഇല്ല. എനിക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ തെണ്ടി നടക്കണം. ഇപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. മഞ്ഞൊക്കെ മാറിയപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇയറിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാനങ്ങനെ ഇയറിങ്സ് ഒന്നും യൂസ് ചെയ്യില്ല, പക്ഷെ എനിക്ക് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിവിടെ വന്നാൽ എല്ലാം ഷോപ്പ് ചെയ്തിട്ട് പോകട്ടെ. പിള്ളേരുടെ സാധനങ്ങളാണെങ്കിൽ നമ്മുടെ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ 1-2 സാധനങ്ങൾ, ഞാൻ ബോട്ടിൽസ്, സാനിറ്ററി നാപ്കിൻ, പിന്നെ സ്ക്രബ്ബ്, അങ്ങനത്തെ 1-2 സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു 2 പേരും കൂടെ. അതിനെങ്ങനെ അവൾ സമാധാനം തരണ്ടേ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെന്താ നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സാധനങ്ങളാണേ. അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. സ്വീഡനിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കോസ്മെറ്റിക്സ് ഐറ്റംസോ അല്ലെങ്കിൽ ഡ്രസ്സസോ നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊന്നും നിങ്ങൾ അമിതമായിട്ടൊന്നും ക്യാരി ചെയ്യരുത്. ജസ്റ്റ് 1-2 ക്യാരി ചെയ്യുക. ഇവിടെ വന്ന എല്ലാം നിങ്ങൾക്ക് റീസണബിൾ പ്രൈസിൽ കിട്ടും. നിങ്ങൾ അവിടുന്ന് വെറുതെ ഈ ഒരു ഫ്ലൈറ്റിന് വെയിറ്റിൻ്റെ ചാർജ് എല്ലാം കൊടുത്ത് ഇത് ഷോപ്പ് ചെയ്യുന്ന പൈസയും കൊടുത്ത് വെറുതെ വരണ്ട. കാരണം അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഒത്തിരി സാധനം മേടിച്ചപ്പോൾ എനിക്കതിൽ ഭയങ്കര റിഗ്രറ്റായി. കാരണം നമ്മൾ അവിടുന്ന് ഒത്തിരി പൈസ കൊടുത്ത് മേടിച്ച സാധനം ഇവിടെ ഭയങ്കര ഇവിടുത്തെ ക്ലൈമറ്റിനും ഇതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുമ്പോൾ നമുക്കത് നല്ലതല്ലേ. എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം നിങ്ങൾ അവിടുന്ന് ഒത്തിരി വെയിറ്റും താങ്ങി പിടിച്ചുകൊണ്ട് വരണ്ട. നമുക്ക് ഫിസിക്കലി ക്യാരി ചെയ്യുന്നുള്ള ബുദ്ധിമുട്ടില്ല. അതൊക്കെ
ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷീറ്റോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ബെഡ്ഷീറ്റോ അങ്ങനത്തെ കാര്യം ബാഗ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഒരു ഷോപ്പ് അല്ലെങ്കിൽ മറ്റൊരു ഷോപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സാധനങ്ങളൊന്നും നിങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് വരണ്ട. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി പ്രൈസസ് ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ എല്ലാ ഷോപ്പും ഒരുപോലെ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഓരോ ഷോപ്പിലും നമ്മളിവിടെ കമ്പയർ ചെയ്തിട്ട് വേണം മേടിക്കാൻ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി വന്ന ഒരാളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഷോപ്പ് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഹെൽപ്പാവും. ഇത് അൻഫി അത് കൂടെ തെണ്ടിത്തിരിനൊക്കെ നടക്കുന്നുണ്ട് ഓരോന്നൊക്കെ നോക്കിയിട്ട്. അപ്പം ഞാനും ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി. എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ഹാൻഡ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അവൾക്ക് പാത്രങ്ങളോടൊക്കെ എനിക്ക് ക്രേസുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇവൾക്ക് തന്ത വൈബ് അടിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഇത് വന്നിട്ട് നമ്മൾ ഡോളർ സ്റ്റോർ എന്നുള്ള വേറെ സ്റ്റോറാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതും ഇതുപോലെ തന്നെ സെയിം അത് ഷോപ്പാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആവും. അപ്പം അതുകൊണ്ട് ഞാനന്ന് 157 വീഡിയോ ഇട്ട പോലെ തന്നെ ഞാൻ പറയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പോയിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെക്ഡിയിൽ കയറി ബർഗർ മേടിച്ചു കഴിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് നടന്നു. പിന്നെ നമ്മൾ ലിഡിലിൽ പോയി. നമ്മൾ വിചാരിച്ച സാധനമൊന്നും കിട്ടിയില്ല. ഐക്കയിൽ പോയി 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെയൊക്കെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഭയങ്കര റഷായിരുന്നു. പിന്നെ എനിക്ക് എന്തോ പനി വരുന്നത് പോലെ ഒട്ടും വയ്യ. ഭയങ്കരമായിട്ട് വയ്യ കേട്ടോ. ഭയങ്കര തലവേദനയുണ്ട്. പിന്നെ അതുപോലെ ഭയങ്കര ത്രോട്ട് പെയിനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.